ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദനേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭക്തോത്തമനായ ഉദ്ധവരും ഭഗവാനും തമ്മിലുള്ള സംഭാഷണം കഥാസാരം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന ഉദ്ധവർ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് സജ്ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതു വിധമുള്ള ആൾക്കാരാണ്? എങ്ങനെയാണ് അങ്ങയിൽ ഭക്തി ഉണ്ടാകുന്നത്? അതിന് ഭഗവാൻ മറുപടിയേകി, പരമകാരുണ്യവാനും സത്യസ്വരൂപനുമായ എന്നിൽ ആത്മസമർപ്പണം ചെയ്ത് ശാന്തസ്വരൂപയാണ് സജ്ജനം എന്നതിനെ ഉദ്ദേശിച്ചത്. എന്റെ നേർക്കുള്ള അചഞ്ചലമായ ദിവ്യ പ്രേമമാകുന്നു ഭക്തി. ആത്മസമർപ്പണത്തിന് പ്രേരകമായി വർത്തിക്കുന്നതെല്ലാം ഭക്തി സാധനങ്ങളാകുന്നു. ലീലാശ്രവണം, നാമകീർത്തനം, രൂപധ്യാനം, നമസ്കാരം, അർച്ചന, വന്ദനം, ആത്മസമർപ്പണം എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നു. സമസ്ത ചരാചരങ്ങളിലും എന്റെ വാസം തിരിച്ചറിഞ്ഞ് ആരാധിക്കുമ്പോൾ ദിവ്യപ്രേമം പുഷ്പിക്കുന്നു. സജ്ജന സംസർഗം ഇതിന് കാരണമായി വർത്തിക്കുന്നു. എന്നെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഉത്തമ ഉപായങ്ങൾ ഒന്നാണ് സത്സംഗം. സാഖ്യയോഗങ്ങൾക്ക് പോലും ഇതിനോളം മഹത്വമില്ല. എന്റെയും എന്റെ പ്രിയ ഭക്തരുടെയും സംഘമാണ് സത്സംഗം. വൃന്ദാവനത്തിലെ ചരാചരങ്ങൾക്കും ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ യോഗമുണ്ടായത് സത്സംഗത്താലാണ്. അതിദിവ്യമായ പ്രേമത്തിന് അധീനരായവർക്ക് എന്റെ വിയോഗം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. സത്സംഗ ഫലമെന്ന വണ്ണമാണ് അത്തരം ദിവ്യപ്രേമം അവരിൽ ഉളവായത്. അത്തരം ഒരു പ്രേമഭാവം ഉളവാകുവാൻ ഒരാൾ മറ്റെല്ലാം ത്യജിച്ച് എന്നെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഭഗവാന്റെ വാക്കുകൾ കേട്ട് ഉദ്ധവർ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രഭോ, വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെയും അങ്ങേൽ അർപ്പിച്ചനുഷ്ഠിക്കണമെന്ന് അവിടെ നിന്ന് അരുളി ചെയ്തല്ലോ. എന്നാൽ സർവധർമ്മങ്ങളും ഉപേക്ഷിച്ച് അങ്ങയെ അഭയം പ്രാപിക്കണമെന്നാണ് അവിടെ നിന്ന് ഇപ്പോൾ പറയുന്നത്. ഈ രണ്ടു കാര്യങ്ങളും പരസ്പര വിരുദ്ധമായി നിലകൊള്ളുന്നു. അടിയന്റെ സംശയം ദൂരീകരിച്ചാലും. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, ഉദ്ധവരെ, സർവാത്മനും സമസ്ത സ്വരൂപനമായി യഥാർത്ഥത്തിൽ വർത്തിക്കുന്ന ഞാൻ തന്നെയാണ്. എന്നാൽ ഈ സത്യം മനസ്സിലാക്കാതെ ഓരോ വ്യക്തികളും കർത്താവായും ഭോക്താവായും സ്വയം സങ്കല്പിച്ച് അഹങ്കരിക്കുന്നു. ഹൃദയശുദ്ധി വരുത്തുവാൻ കർമ്മങ്ങൾ എന്നിൽ അർപ്പിച്ച് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം നിർദ്ദേശിച്ചത്. ആ വിധം ഹൃദയശുദ്ധി കൈക്കൊള്ളുമ്പോൾ സർവം ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കണം. ആത്മസ്വരൂപമെന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ കർത്തവ്യമായി യാതൊന്നും അവശേഷിക്കുന്നില്ല. ഈ സത്യത്തെ മുൻനിർത്തിയാണ് കർമാനുഷ്ഠാനത്തെക്കുറിച്ചും കർമ്മത്യാഗത്തെക്കുറിച്ചും ഞാൻ വെളിപ്പെടുത്തിയത്. ഗുരുസേവയാലും ഏകാന്ത ഭക്തിയാലും മൂർച്ചപ്പെടുത്തിയ ജ്ഞാനമാകുന്ന വാൾ കൊണ്ട് അഹങ്കാര ഗ്രന്ഥിയെ ഇല്ലാതാക്കണം. അത് കഴിഞ്ഞാൽ ആ വാളിന് പ്രസക്തിയില്ല. ആത്മാവെന്നത് ആനന്ദ സ്വരൂപനാകുന്നു. ത്രിഗുണങ്ങളിൽ സാത്വിക ഗുണത്തെ വർദ്ധിപ്പിക്കുകയും
രജോ തമോ ഗുണങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ ഈശ്വര പ്രേമമുണ്ടാകും. സാത്വിക കർമ്മങ്ങളാലും മന്ത്ര ധ്യാന അനുഷ്ഠാനങ്ങളാലും സാധ്യ ഗുണം വർദ്ധിക്കുമ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുകയും ചെയ്യുന്നു. ജ്ഞാനമാകുന്ന അഗ്നിയിൽ എല്ലാ വാസനകളും ചാരമാകും. ഉദ്ധവർ ചോദിക്കുകയാണ്, വിഷയങ്ങൾ അനർത്ഥകാരികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ജീവികൾ അവയ്ക്ക് പിന്നാലെ പരക്കം പായുന്നത്? ഭഗവാൻ മറുപടിയേകി, ശരീരത്തിൽ മായയുടെ അഭിനിവേശമുണ്ടാകുമ്പോൾ മനസ്സിനെ രജോ ഗുണം ആക്രമിക്കുകയും അധീനപ്പെടുത്തുകയും ചെയ്യുന്നു. രജസ്സിൽ നിന്നും കാമങ്ങൾക്ക് കാരണമവർത്തിക്കുന്ന സങ്കല്പം ഉടലെടുക്കുന്നു. കാമമാണ് വിഷയാസക്തി ഉണ്ടാക്കുന്നത്. ഏതൊരുവനാണോ നിരന്തരം എന്നെ ധ്യാനിക്കുകയും സമസ്ത കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്യുകയും ചെയ്യുന്നത്, അവൻ രജസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാകുന്നു. പണ്ട് സനകാദി കുമാരന്മാർ ബ്രഹ്മദേവനോട് ചോദിച്ചു, മനസ്സ് സ്വാഭാവികമായി വിഷയങ്ങളിൽ പ്രവേശിക്കുന്നു, വിഷയങ്ങൾ മനസ്സിലും പ്രവേശിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മനസ്സും വിഷയവും എങ്ങനെയാണ് വേർപിരിയുന്നത്? സനകാദി കുമാരന്മാരുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരമാകുവാൻ ബ്രഹ്മദേവന് കഴിഞ്ഞില്ല. അദ്ദേഹം ആ ക്ഷണം തന്നെ എന്നെ ധ്യാനിക്കുകയും അവരുടെ മുന്നിൽ ഒരു ഹംസത്തിന്റെ രൂപത്തിൽ ഞാൻ പ്രത്യക്ഷനാകുകയും ചെയ്യുന്നു. ഹംസമായി പ്രത്യക്ഷപ്പെട്ട ഞാൻ ആരാണെന്ന് സനകാദി കുമാരന്മാർ ആരാഞ്ഞു. അതിന് ഞാൻ മറുപടിയേകി, എപ്പോഴാണോ ആത്മജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സ് വിഷയങ്ങളിൽ നിന്നും പിന്മാറുന്നു. വിഷയങ്ങൾ ഒരിക്കലും വാസനാരൂപത്തിൽ മനസ്സിൽ കടക്കുകയില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനായി ഞാൻ അവർക്ക് ആത്മതത്വം ഉപദേശിച്ചു. ആ വിശദീകരണത്തിൽ ആനന്ദഭദ്ര സനകാദികളെ അനുഗ്രഹിച്ച ശേഷം ഞാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഉദ്ധവർ വീണ്ടും ഭഗവാനോട് ആരാഞ്ഞു, അല്ലയോ ഭഗവാനെ, ഋഷിവര്യന്മാർ ശ്രേയസ്കരങ്ങളായ പല കാര്യങ്ങളും പറയാറുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? അതോ ആ പറയുന്നവയെല്ലാം ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നവയാണോ? ഭഗവാൻ മറുപടിയേകി, ആ ഭാഗം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും ഭക്തോത്തമനെ ഉദ്ധവരും തമ്മിലുള്ള സംഭാഷണം കഥാസാരം തുടരും നാളെ. നമസ്തേ.